കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 37-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യം. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ഈ വാക്യങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 37-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നൊരു ഉള്ളടക്കം എന്ന് പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവൻ്റെ സുരക്ഷിതത്വവും ദുഷ്ടൻ്റെ സുരക്ഷിതത്വം ഇല്ലായ്മയും. ഇതാണ് ആ വാക്യങ്ങൾക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സങ്കീർത്തനം ആകമാനം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ രണ്ട് ചിന്തകൾ അതിനകത്തുള്ളൊന്ന്, ദൈവത്തിൽ ആശ്രയിച്ചാലുള്ള നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സുരക്ഷിതത്വം; രണ്ട്, ദുഷ്ടന്മാരുടെ സുരക്ഷിതത്വമില്ലായ്മ. ഇതാണ് നമുക്ക് ഈ വാക്യങ്ങൾക്കകത്ത് നിന്നൊക്കെ മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത്. അതിൽ 18-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. ആ വാക്യം ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചേ. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. എന്തുവാണ് ഈ വാക്കിൻ്റെ അർത്ഥം? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവമക്കളായ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിഷ്കളങ്കതയോടെ ഇരിക്കുക എന്നുള്ളത്, അല്ലേ? യേശു കർത്താവ് ഉലകത്തിലായിരുന്ന സമയത്ത് തന്നെ അനുഗമിച്ച പുരുഷാരത്തോടും ശിഷ്യന്മാരോടുമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കുക. എന്തുവാണ് ഈ നിഷ്കളങ്കത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പത്രോസ് ആ കാര്യം കുറച്ചുകൂടെ വ്യക്തമായ രീതിയിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ അതാണ് നിഷ്കളങ്കതയുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ദുഷ്ടതയ, പാപം, അശുദ്ധി, തിന്മ, സ്തോത്രം, ഇതൊന്നും അതിനെന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. നല്ലത് മാത്രം അറിയാവുന്നുള്ള സ്തോത്രം, നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു തലത്തിൽ, അതാണ് ശൈശവത്വം എന്ന് പറയുന്നത്. യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെ നിന്നെല്ലാം കുഞ്ഞുങ്ങളായിട്ടില്ലെങ്കിൽ ശൈശവത്വത്തിലേക്ക് ഇല്ലെങ്കിൽ ബാല്യത്തിലേക്ക് തിരിയണം എന്നൊരു ചിന്ത. ഇവിടെയാണ് ഈ നിഷ്കളങ്കതയുടെ ഒരു തലം നമുക്ക് നിൽക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. എന്നാൽ ദാവീദിനോട് ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? നിങ്ങൾ ശ്രദ്ധിച്ചേ, അഭിഷേക തൈലം ദാവീദിൻ്റെ തലമേൽ വീണ അന്നു മുതൽ തുടങ്ങിയ കഷ്ടത നീണ്ടത് ഏകദേശം 40 വർഷത്തോളം ഇല്ലെങ്കിൽ 37-38 വർഷത്തോളം സ്തോത്രം അഭിഷേക തൈലം വീണത് മുതൽ അങ്ങോട്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ കഷ്ടതയുടെ ഒരു ഘോഷയാത്രയായിരുന്നു, അല്ലേ? പിറകിൽ നിന്ന് കൊല്ലാൻ വരുന്ന ശൗല്, ആക്രമിക്കുന്ന മറ്റ് ശക്തികൾ, ഇതെല്ലാം പലതും ഒന്നിനു പിറകെ ഒന്നായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അതിൻ്റെ നടുവിൽ നിന്നെല്ലാം ദൈവം ഒരു സമയമായപ്പോൾ അവനെ വിടിവിപ്പാൻ തക്കവണ്ണം ഇടവന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഇങ്ങനെ പറയുന്നു, സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ പറയാം, നമ്മുടെ കഷ്ടകാലത്തിന് ഇല്ലെങ്കിൽ നമ്മുടെ പ്രതിസന്ധികൾക്ക്, നമ്മുടെ തിന്മകൾക്കെല്ലാം ഒരു കാലപരിധി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. സ്തോത്രം, എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കത്തില്ല. നമ്മുടെ കഷ്ടതകൾ മാറുന്നൊരു ദിവസം വരും. സ്തോത്രം, നമ്മുടെ നിന്ദകൾ, അപവാദങ്ങൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, പ്രതിസന്ധിയുടെ മേഖലകളൊക്കെ മാറുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിനകത്ത് നിശ്ചയമായിട്ടും വരും. അതുകൊണ്ട് നമ്മൾ പ്രത്യാശ കൈവിടാതെ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ആ ഒരു നല്ല ദിവസത്തിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുമെന്നുള്ളതിനകത്ത് സംശയമില്ല. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്ന നിഷ്കളങ്കന്മാരുടെ നാളുകളെ ദൈവം അറിയുന്നു. അപ്പോൾ എൻ്റെ അർത്ഥം എന്തുവാ? നമ്മുടെ നാളുകളെ അറിയുന്നത് ദൈവം മാത്രമാണ്. സ്തോത്രം, മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കണം കഴിയണമെന്നില്ല, അതവർക്ക് അവർ അറിയണമെന്നില്ല. സ്തോത്രം, കാരണം പലപ്പോഴും ദൈവത്തിന് മാത്രമാണ് നമ്മുടെ മനോഗതികൾക്കനുസരിച്ച്, നമ്മുടെ ചിന്തകൾക്കനുസരിച്ച്, നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നയാൾ ആര് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയുള്ളൂ, അത് ദൈവം മാത്രമാണ്. സ്തോത്രം, കാര്യം നമ്മുടെ ഹൃദയം അറിയുന്നവൻ ദൈവമാണെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉഴൽച്ചകളെ പോലും എണ്ണുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ ഈ വാക്യങ്ങൾക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗം ഇതാണ്, നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച്, അവരുടെ അവകാശത്തെ ദൈവം എന്നേക്കും ശാശ്വതമാക്കി വയ്ക്കും, അല്ലേ? പലപ്പോഴും നീതിമാന്മാർക്ക് അല്ലെങ്കിൽ നിഷ്കളങ്കന്മാർക്ക് ലഭ്യമാകുന്ന സ്തോത്രം ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് എന്തുവാ? പലപ്പോഴും അവകാശങ്ങൾ, നമുക്ക് അവകാശപ്പെട്ട നന്മകൾ, നമുക്ക് അവകാശപ്പെട്ട വിടുതലുകൾ, നമുക്ക് അവകാശപ്പെട്ട വാഗ്ദത്തങ്ങൾ, ഇതൊക്കെ നഷ്ടമായി പോകുന്ന മേഖലകളുണ്ട്. അല്ലെങ്കിൽ ദുഷ്ടൻ അത്
അവകാശമാക്കുന്ന മേഖലകളുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു, നിഷ്കളങ്കന്മാരുടെ നാളുകളെ ദൈവം അറിയുമ്പോൾ തന്നെ അവരുടെ അവകാശം ശാശ്വതമായിരിക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥമെന്തോ? അവർക്കുള്ള അവകാശത്തെ അത് അനുഭവിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും ആ നന്മകൾ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം നിശ്ചയമായി സാധ്യമാക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് ഒരു ചിന്ത കൂടെ ഞാൻ ആ ഭാഗത്തിൽ നിന്ന് പറയട്ടെ. ആഹാബിൻ്റെ സ്തോത്രം കൂടാരത്തിന് അല്ലെങ്കിൽ കൊട്ടാരത്തിന് അടുത്തായിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് നാബോത്ത് എന്ന മനുഷ്യൻ്റെ മുന്തിരിത്തോട്ടം. ആ മുന്തിരിത്തോട്ടത്തെ മോഹിച്ച് അതിനെ അവകാശമാക്കാൻ ശ്രമിക്കുന്ന ആഹാബും ഇസബേലിനെ നമുക്ക് കാണാൻ കഴിയും. എന്തുവായിരുന്നു അതിൻ്റെ പരിണിത ഫലം? സ്തോത്രം ഇന്നത്തെ രീതി പറഞ്ഞ ഒരു കള്ളക്കേസ് അവനെതിരെ ഉണ്ടാക്കി, അവനെതിരെ സാക്ഷികളെ കൊണ്ടുവന്ന് ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. അവനെതിരെ ആൾക്കാർ എഴുന്നേറ്റ് വന്ന് അവനെ കൊന്നുകളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് ഇസബേൽ ആഹാബിനോട് ചെന്നുകൊള്ളുക, അതിനെ അവകാശമാക്കാൻ പറഞ്ഞു. പക്ഷേ പറ്റിയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നീ അനുഭവിക്കേണ്ടത്, നീ സ്തോത്ര ജീവിതത്തിൽ പ്രാപിക്കേണ്ടത്, നീ കൈവശമാക്കേണ്ടത് അതൊരു ദുഷ്ടന്റെ കൈ അതിന്മേൽ വെക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആഹാബ് അവിടെ ചെല്ലുമ്പോൾ എലിയാവുന്ന ദൈവഭക്തനെ അതിന് മുന്നോടിയായിട്ട് ദൈവം അയച്ച് ആഹാബിനെ അവിടെ നിന്ന് മാറ്റിവിടുന്ന ഒരു കാര്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ നിഷ്കളങ്കനാണോ നീ? ദൈവകൃപയുള്ളവനാണോ? ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുന്നവനാണോ? നിന്റെ അവകാശം ശാശ്വതമായിരിക്കും, അത് നിന്നിൽ തന്നെ ഇരിക്കും. പ്രൈസൽ ആർക്കും അതിനെ തട്ടിക്കളയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് സ്തോത്ര ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഒരുങ്ങുക. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ നിശ്ചയമായി വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് ഈ നിഷ്കളങ്കതയോടെ സ്തോത്രം നിറമോടെ മുന്നോട്ട് പോകുവാൻ സ്വർഗമിടവരുത്തിയാട്ട് ഞങ്ങളുടെ അവകാശങ്ങളെ അവിടെ നിന്ന് സംരക്ഷിക്കണമേ കർത്താവേ. സ്തോത്രം ആ നന്മകളെ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.